എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇപ്പം എത്തിയിട്ടുള്ളൂ. 1 മണി 1:30 ആയി. ബാങ്കിലൊക്കെ പോവാണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി. പിന്നെ രാജേട്ടനും ഞാനും കൂടെ അങ്ങനെ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ വന്ന് ചോറിനൽ കഴിഞ്ഞിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ അവിടെ നിരത്തിയിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വെക്കാനൊക്കെ ഉണ്ട് പണി. അപ്പം ഞാൻ രാജേട്ടനൊക്കെ പോയപ്പോൾ കുറച്ച് കാര്യങ്ങളോട് പറയണം എന്ന് തോന്നി. അമ്മൂട്ടി ഇപ്പം എന്താ വെച്ചിട്ട് അവർക്ക് എക്സാം ആവുകൊണ്ടേ അപ്പോൾ കുറേ വൈകിട്ടാണ് വരിക. അപ്പോൾ പഠിക്കാൻ ഒരുപാടുണ്ടാവും, ഇൻ്റേണൽ എക്സാം അല്ലേ. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാനുള്ള ഇതില്ല. വീഡിയോ ഇന്നലെ മിനിയാന്ന് നിർത്തിട്ടില്ല കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് പറയാനെന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ ലൈവ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവിൽ എന്താ വെച്ചിട്ടാ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ ലൈവ് ഇടുമ്പോൾ. പക്ഷേ ഇന്നലെ ഭയങ്കര അത്രയ്ക്ക് മോശമായിട്ടായിരുന്നു കേട്ടോ ഒരാൾ. അതിൻ്റെ പേരെന്താ അറിയോ, റോക്കി ബായി എന്തോ. അങ്ങനെ എങ്ങനെ ഒരാളെ പറയാൻ പറ്റുക എനിക്കറിയില്ല കേട്ടോ. നമുക്കിപ്പോൾ സ്വന്തം ഒരു അമ്മ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല തോന്നുന്നു. ചില അങ്ങനെ ജീവിക്കുന്ന ഒരാളായിരിക്കും. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ കമൻറ്റുകൾ വരും എന്നൊക്കെ കേട്ടോ. പക്ഷെ നമ്മളത് അത്രയ്ക്ക് ഇതാക്കില്ല. നമ്മുടെ ചെറിയ ചാനലല്ലേ, അപ്പോൾ ഇതിലൊന്നും അവർ വരില്ല അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചു. പക്ഷേ എന്താ പറയാൻ പറ്റാത്ത എന്നുവെച്ചാൽ അറക്കണ വാക്കുകൾ ഓരോന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അപ്പൂസൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവനൊക്കെ ഒരുമാതിരി ആയി. എനിക്ക് പിന്നെ മടിയായി, കാരണം കുട്ടികളിത് കാണുമല്ലേ. അപ്പൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അതിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെ അതിന് തെറി പറഞ്ഞു, അവനെ ആ ബാഡ് കമ്മിലിട്ട് അവനെ തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ഒരുപാട് എന്നുവെച്ചാൽ ഇന്നിപ്പോൾ അതുപോലെ നമ്മൾ ഡ്യൂട്ടിക്ക് പോയിട്ടൊന്നും മനസ്സൊരു ക്ലിയർ അല്ല കേട്ടോ. അതന്നെ മനസ്സിലിങ്ങനെ വരിക. ഇനിയിപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പിന്നെ സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ അമ്മ അതിലൊക്കെ ഞെക്കി നോക്കിയപ്പോൾ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, അവർ പിന്നെയും വരുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഇന്നൊക്കെ ഭയങ്കര സങ്കടം. ഞാൻ നമ്മളവിടെ ക്ലിനിക്കിൽ പോയിട്ട് പറഞ്ഞു കേട്ടോ. അവിടെ പോയിട്ട് സിസ്റ്ററോടൊക്കെ പറഞ്ഞു. പിന്നെ സിസ്റ്ററോടൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ടായിരുന്നു. പക്ഷേ ഞാനവിടെ പോയിട്ട് പറഞ്ഞു ആകെ എനിക്ക് അത് ഓർക്കുമ്പോഴേക്കേ ഇടങ്ങാറാവും കേട്ടോ. പക്ഷെ അങ്ങനെയൊക്കെ ഓരോ വാക്കുകളൊക്കെ പറയാന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരിതല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒന്നും വാക്കൊരു ഒരമ്മ എന്നുള്ളൊരു പരിഗണന നമുക്ക് തരണ്ടേ. ഒരു സ്ത്രീകളെ പെണ്ണുങ്ങളെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില സ്ത്രീയായിട്ടുള്ള ശരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു കുട്ടികളൊക്കെ പറഞ്ഞിട്ട് നമ്മളത് കംപ്ലൈൻറ്റ് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ അതിന് പണി കിട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത്രയും വൃത്തികെട്ട രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അവൻ. ഒരു ലാസ്റ്റായിട്ട് സോറി ഒക്കെ പറഞ്ഞു. പക്ഷെ നമ്മളെ നോക്കിയൊന്നുമില്ല കേട്ടോ. അവരൊക്കെ പറഞ്ഞു സോറി അവരുടെ വീട്ടിൽ കൊണ്ടുവച്ചോട്ടേന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഇന്നലെ സംഭവം ഉണ്ടായത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കേൾക്കാൻ അങ്ങനത്തേക്ക് ഓരോ കേട്ടോ. പക്ഷെ നമ്മളത്രയ്ക്ക് ആയെങ്കിലും നമ്മളവിടെ നിന്ന് അങ്ങനെ ആൾക്കാർ ഇങ്ങനെയൊന്നും പറയണേ ഞാൻ കേട്ടില്ല. ഇത് എന്തോ ഒരുമാതിരി ഇതുകൊണ്ടാണ് നമ്മുടെ അന്ന് തന്നെ കുറേ ചാനലുള്ള ചെറിയ ചാനലുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് ഇടാൻ പേടിയാണ്. ഒന്നാമത് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി, പക്ഷെ നമ്മളത് തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. തോറ്റു കൊടുക്കാണ്ട് പോവുക, ഏതുവരെ പോകും നോക്കാമല്ലോ. കുറേ അവർ പറയുമ്പോൾ വായ കടഞ്ഞ് നിർത്തിക്കോളും. പക്ഷേ എന്താക്കാട്ടിലും കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ പൊട്ടിത്തെറിച്ച് കേട്ടോ, കൂടുതലൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവനെ പേടിച്ചിട്ടിപ്പോൾ ലൈവ് ഇടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഇനി ഒരു പെണ്ണോടും അവനിങ്ങനെ പറയരുത്. അപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ നോക്കട്ടെ. ഇനിയിപ്പോൾ അവനെ എല്ലാ ലൈവിലും അവൻ വന്നിങ്ങനെ പറയുന്നുണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട് രാജേട്ടനുള്ളത് പറഞ്ഞാൽ രാജേട്ടനൊക്കെ ഇടങ്ങാറാട്ടോ. രാജേട്ടൻ ഇങ്ങനത്തെ കേട്ട് ശരിയല്ലല്ലോ. അവൻ്റെ വീട് അതെന്താ ഫോൺ നമ്പർ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചവർ. പക്ഷെ നമുക്കിപ്പോൾ അതൊന്നും ഇതാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നു. നമ്മളിവിടെ തിരുമണ കല്ലാണ് അവിടെ കണ്ടോ.
തിരുമ്പാനുള്ളത് അങ്ങനെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് കണ്ടോ? ഇനി തിരുമ്പാനുണ്ട്. ഇന്ന് വെള്ളം വന്നിട്ടില്ല. അതിലൊക്കെ കുറേ വെള്ളമാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടക്കണം. കുറച്ച് നേരം ഒന്ന് കിടന്ന് നല്ല മഴക്കാറുണ്ട് കേട്ടോ. നമ്മളിവിടെ നല്ല എല്ലായിടത്തും അങ്ങനെ ഉണ്ട് പറഞ്ഞിരുന്നു മഴ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്ന് പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. എന്താ മഴ പെയ്തു കേട്ടോ. ഇന്ന് തന്നെയാണ് കാലാവസ്ഥ എന്ന് പറയണത്. കണ്ട ഈ മഴ പെയ്യ തന്നെ മൊത്തം ഇവിടുന്നുണ്ട്. ഒരു കീരി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് കയറി വന്നു. കുഴള പിടിക്കാനാണോ എന്തിനാ അറിയില്ല. എന്തായാലും ഇങ്ങനെ ആട്ടിട്ടുണ്ട്. എന്താ മൂടലാണ് മൊത്തം. നമ്മളവിടെ എന്താ പറയുക, ഏലംകുളം പഞ്ചായത്തിൽ ആൾക്കാർ പറയുന്നത് കേട്ടോ. നമ്മുടെ ക്ലിനിക്കിൽ പോയപ്പോഴാണ് പറഞ്ഞത്, പുലിയൊക്കെ ഇറങ്ങി, പുലീനെ കണ്ടു ചെറുകരയെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ശരി എന്താ അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഏലംകുളം പഞ്ചായത്ത് നമ്മുടെയൊക്കെ പെടില്ലേ. നമ്മളവിടുത്തെ അവസ്ഥകൾ കണ്ടില്ലേ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ കാണുമോ? മൊത്തം കാടാണേ. കണ്ടില്ലേ? ഞാനിത് കൂടെ പോയിട്ടാണ് വിറകുണ്ടാക്കിയ നാൾ. മേലെ അങ്ങോട്ട് പിന്നെ വീടൊക്കെ ഉണ്ട്, പള്ളി അങ്ങനെയൊക്കെ ഉണ്ട്. പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവും പുലിയൊക്കെ. ചിലപ്പോൾ നല്ല ഉണ്ടാവും. ഇവിടെ പുഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഇതൊക്കെ ഇന്നലെ തിരുമ്പിട്ടതാണ്. രാജാവിൻ്റെ പണി ഷർട്ടൊക്കെ തിരുമ്പിട്ടതായിരുന്നു. ഇനിയിപ്പോൾ മഴ തന്നെയായിരിക്കും. ഇനി വല്ലാണ്ട് വെയിൽ വരില്ല. അപ്പോൾ ഇനി ഇതൊക്കെ ഉള്ളിൽ കൊണ്ടിടാച്ചിട്ടേ. പൈപ്പിൽ വെള്ളം ഉണ്ടോ എന്തോ? ആ വെള്ളം ഉണ്ട് കേട്ടോ പൈപ്പിൽ. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളമുണ്ട്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നിൽക്കും. അപ്പോൾ തൊഴിലാളി മുണ്ടൊക്കെ ഉണങ്ങിയതാണ്. അപ്പം ഇനി കോണീൻ്റെ മേലെ കയറാൻ അല്ല, അതിൻ്റെ വാർപ്പിൻ്റെ മേലെ കയറാൻ വേണ്ടി കോണിയെ കൊണ്ടുവച്ചത് അവിടെ ഉണ്ടാകും. കയറിയിട്ടില്ല. പിന്നെ ഇപ്പോഴേക്ക് ഓരോരോ വയ്യായും കാര്യങ്ങളായപ്പോഴേ ഇനിയിപ്പോൾ എന്തായാലും കുറേ പാത്രങ്ങളുണ്ട്. ഒക്കെ അതേപോലെ ഇവിടെയൊക്കെ നിരത്തിച്ചെണ്ണ ചോണ്ടതൊക്കെ ഉണ്ട്. അടുക്കള പിന്നെ ഇഷ്ടമാണ്. ഒത്തിരി ഉള്ളിലേക്ക് ഇരുട്ട് വന്നിട്ടുണ്ടോ, കാരണം കറണ്ടില്ല. ഇത് മഴക്കാറുകൊണ്ടേ ഉണ്ടല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഇനി ഒരു 10 മിനിറ്റ് അപ്പോഴേക്കും അമ്മ വരും. അവളിപ്പോൾ എക്സാം ആവുകൊണ്ട് വേഗം വരും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ചോറുണ്ട് കഴിഞ്ഞാൽ പഠിക്കാൻ പാവുണ്ട് കേട്ടോ. മറ്റേത് ഒന്ന് റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല. പക്ഷെ പരീക്ഷയായതുകൊണ്ടേ പഠിക്കന്നെ പുലർച്ചെ 4 മണിയൊക്കെ ഞാൻ വിളിച്ചു വന്നത്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് പണികളൊക്കെ ഒരുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. കുട്ടികളൊക്കെ വന്നു. അമ്മ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ചോറുണ്ട് വേഗം ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോസ് വന്നിട്ട് ചോറുണ്ടു. അവന് ചായക്ക് കടി ഉണ്ടെങ്കിലും ചോറെന്തെങ്കിലും കുറച്ച് കഴിക്കണം. രാജേട്ടൻ പണി മാറ്റാൻ അപ്പം നേരത്തെ കാലത്തെ പണി ഒരുക്കി. എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് കടന്നൊന്നുമില്ല. തിരുമ്പലും തുടക്കലും മുറ്റടിച്ചോളം മുറ്റക്കടിച്ചോളം കഴിഞ്ഞു. ചോറ് ഞാൻ റൈസ് കുക്കറിൽ റൈസ് കുക്കറിൽ നമ്മൾ ഇറക്കി വെച്ചു. അപ്പം ഇനി ചോറ് വേഗമാവുമല്ലോ. അപ്പോഴേക്ക് തോന്നുന്ന കേട്ടോ കുറച്ച് മുരിങ്ങ പൊട്ടിച്ചിട്ടേ ഒന്ന് താളിപ്പുണ്ടാക്കാം. വൈകുന്നേരത്തിന് വേഗം പണി ഒരുങ്ങുമല്ലോ. നാളെ അവിടുത്തെ മറ്റേ കൊമ്പൊക്കെ ഞാൻ വെട്ടിയെടുത്തതാണ് കേട്ടോ. അങ്ങനെ അമച്ചമച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കറക്കുള്ള മുരിങ്ങടലൊക്കെ അതിന് കിട്ടും. എന്താ അങ്ങനെ തുമ്മണ ജലദോഷം പിടിക്കാനേ? ഇടയ്ക്കിടയ്ക്കേ ഉണ്ട്. ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാക്കുന്നുണ്ട്. വൃശ്ചിക മാസത്തിൽ മാത്രം നമ്മൾ മുരിങ്ങടല വെക്കില്ല കേട്ടോ. അപ്പോൾ പാടില്ല പറയും. സ്വാമിമാരുണ്ടാകുമ്പോൾ മുരിങ്ങടലൊന്നും കറി വയ്ക്കാൻ പാടില്ല പറയും. പിന്നെ വേഗത്തിൽ മതി. കുറച്ച് കറി ഉണ്ട് ഉച്ചക്കത്തെ, മത്തൻ പരിപ്പൊക്കെ ഇട്ട് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു താളിപ്പുണ്ടാകും. കാന്താരി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. മുരിങ്ങടലയിൽ ഇടാനുള്ള കാന്താരി. ഈ കാന്താരിയും ചെറിയ ഉള്ളിയും കൂടെ ഉണ്ടല്ലോ ചതച്ചിട്ട് നമ്മുടെ കഞ്ഞിയുടെ വെള്ളത്തിൽ തെളിവിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഇവർക്കൊക്കെ അത് മതിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇലയല്ല കൂട്ടതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കുക.
കാന്താരി നമ്മളിവിടെ കർമൂസ പ്രാവശ്യം ഉണ്ടായല്ലോ പുതിയതായിട്ട് നമ്മൾ കുഴിച്ചിട്ടേൽ ഉണ്ടോ. ഞാൻ വിചാരിച്ചിട്ടോ വലുപ്പം വെക്കണതാ വിചാരിച്ചു. ചിലതുണ്ടല്ലോ ചെറിയ മരമാണെങ്കിൽ വലിയ കർമൂസ അതാ വിചാരിച്ചു. പക്ഷെ ചെറുതാണത്, മൂത്തിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ ആവാനുണ്ട്. അപ്പം ഞാനേ ഇതൊക്കെ പറിച്ച് കറി വയ്ക്കണം കേട്ടോ. സമയേ കുറേ സമയമായിട്ടോ. ഞാൻ നമ്മളെ മുരിങ്ങ പൊട്ടിച്ചിട്ടേ താളിച്ചു, കുറേ വെള്ളം വെച്ചിട്ടേക്ക് അപ്പൂനൊക്കെ നിറയെ വെള്ളം വാങ്ങിച്ചിട്ടേ. പിന്നെ നമ്മളെ അപ്പുറത്തെ വീട്ടിൽ നിന്നേ പൂളല്ലേ കപ്പ, പൂളയും ചേമ്പ് തണ്ടും കൂടെ കറി വെച്ചതാ, അത് കൊണ്ടു തന്നു. പിന്നെ മുട്ട ഉണ്ടാക്കി, ഉപ്പേരി ഉണ്ട് കേട്ടോ, മറ്റേ പടവലങ്ങ ഉപ്പേരി ഉണ്ട്. അപ്പം ഞങ്ങൾ ചോറിനൊക്കെ സമയം കുറേ ആയി ചോറിനൊക്കെ കേട്ടോ. അപ്പോഴേ ചോറിനെല്ലാം കഴിഞ്ഞു കേട്ടോ. ചോറിനെല്ലാം കഴിഞ്ഞ് പാത്രങ്ങൾ കുറച്ച് കഴിച്ചു, ബാക്കി അവിടെ വെച്ചു. ഈ നാളെ കഴുകാൻ വെച്ചിട്ടേ നല്ലൊരു മഴയും എന്തൊരു മുഴുക്കൊക്കെ നല്ല ഇടങ്ങി വരിക വെച്ചാൽ കഴിക്കാൻ വരില്ല, നല്ല ജലദോഷം വരിക. ഇത് നമ്മൾ കൈവിട്ടിട്ട് കുറേ സമയം ഉണ്ട് കേട്ടോ. കാരണം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ഇരുന്നു. കാരണം ചൊറിയാനൊന്നും വന്നിട്ടില്ല കേട്ടോ, ചൊറിയന്മാർ വല്ലാതെ വന്നിട്ടില്ല. പിന്നെ നമ്മളെ അപ്പോഴാണ് കുറച്ച് ആൾക്കാരുണ്ടാകും. അതിലിടയ്ക്ക് നല്ല മഴ പെയ്തു, മഴയും കാറ്റൊക്കെ പാടയപ്പോഴേ കറണ്ടും പോയി. കുറച്ച് നേരം ഒരു ഇടങ്ങാറായിട്ടോ, അങ്ങനെ ഉണ്ടായി. അപ്പോൾ ഇന്നലെ ഭയങ്കര ഇടങ്ങാറുള്ള ദിവസമായിരുന്നു ഇവർ ലൈവ് ഇട്ടേ. അപ്പോൾ ഞാനങ്ങനെ അതുകൊണ്ടാണ് ആദ്യം തന്നെ അവർ ഇതായിട്ട് പറഞ്ഞത്. കാരണം ഇനി അങ്ങനെ ഒരാളെ പറയരുത് വെച്ചിട്ട്, അങ്ങനെ അമ്മമാരായാലും ആരെയാണ് പറയരുത് വെച്ചിട്ടോ. ഞാൻ അതുകൊണ്ട് ആദ്യം തന്നെ അങ്ങനെ പറഞ്ഞത്, അതാ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ ലൈവിലാണ് അമ്മയുടെ ഞാൻ പോയിട്ട് ലൈവൊക്കെ തന്നെ ഞാൻ പോയിട്ടില്ല വീട്ടിൽ പോയി. പക്ഷേ ദൈവത്തിൻ്റെ ഇതുകൊണ്ട് വന്നത്. അപ്പം അങ്ങനെ ലൈവൊക്കെ കഴിഞ്ഞു. അപ്പോൾ നാളത്തേക്ക് പുട്ടുണ്ടാക്കാൻ വെച്ചിട്ട് കുറച്ച് കടല വെള്ളത്തിട്ടുണ്ട്, പഴവും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 9:30 കഴിഞ്ഞില്ല, 9:45 ഞാൻ കിടക്കാൻ തുടങ്ങുകയാണെന്ന് വെച്ചിട്ട് അമ്മൂനെ ഞാൻ വീട്ടിൽ 4 മണിക്ക് തന്നെ അമ്മൂനെ എന്താ പറയുക വിളിക്കണം രാവിലെ പഠിക്കാൻ. അപ്പോൾ കടന്ന് നമുക്ക് നല്ല കടന്നിട്ടുണ്ട്. അവൾ അന്നത്തെ വിശേഷം നിർത്തിയിട്ട് കുറച്ച് വിശേഷം ഇപ്പോൾ പറയാനുള്ള കൂടെ ഒന്ന് പറയാൻ വിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറയണേ, അങ്ങനെ ബാഡായിട്ടുള്ളതൊന്നും പറയാതെ കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവർ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. ബൈ.